ഹലോ ഹായ് എല്ലാവർക്കും ധ്യാൻസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നാട്ടിൽ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുക. ഇവിടെ ഭയങ്കര ചൂടാണ്. അബുദാബിയിൽ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ഇപ്പം ഞാനുള്ളത് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ. നമ്മുടെ ബ്ലിസ് നൗലാണ്, അതായത് നമ്മുടെ ബിൽഡിങ്ങിലെ ബ്യൂട്ടി പാർലറിൽ. ഇത് നമ്മുടെ നേപ്പാളിക്കുട്ടിയാണ് കേട്ടോ. അവളാണ് എൻ്റെ നെയിലയിൽ ആർട്ട് ചെയ്ത് തന്നത്. ഞാൻ ഇന്ന് ചെയ്തേക്കുന്നത് ജെൽ പോളിഷാണ്. നമുക്ക് നോർമൽ പോളിഷിനെക്കാട്ടിലൊരു 1 മന്ത് ലാസ്റ്റ് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. നോക്കാം. ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് അത് ട്രൈ ചെയ്യുന്നത്. ഇവിടെ കാണിച്ചതൊക്കെയാണ് ഇപ്പോൾ ജെൽ പോളിഷിനുള്ള നെയിൽ പോളിഷ്. അത് നമ്മുടെ പ്രത്യേക നെയിൽ പോളിഷാണ് കേട്ടോ. അവൾ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഇത് ചെയ്യുവാണ്. 3 സ്റ്റെപ്പായിട്ടാണ് ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റിൻ്റെ അവർ ചെയ്യുന്നത്. അതിനുള്ള മുടിയിലെല്ലാം ചാർജനും എല്ലാം ഇളക്കി പാക്കൊക്കെ ഇട്ടിട്ടുള്ള 1.5 അവർ ഇരുന്നിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ നെയിലിൻ്റെ അവസ്ഥ. ലാസ്റ്റ് കണ്ടീഷൻ ഇതാണ്. എന്താ നേപ്പാളി കൊച്ചുണ്ട്. അവളുടെ പേര് സത്യം പറഞ്ഞാൽ ഞാൻ ചോദിക്കാൻ വിട്ടു കേട്ടോ. എപ്പോഴും കാര്യം പറയും, എടുക്കുക, എല്ലാം ചിരിയും കളിയൊക്കെയാണ്. പക്ഷെ പേര് ചോദിക്കാൻ മറന്നുപോയി അവളോട്. അവളിതാണ്ട് കയ്യിലിരിക്കുന്ന ബ്രഷ് കണ്ടില്ല, അതുകൊണ്ടാണ് വൈറ്റ് നമ്മുടെ നെയിലിൻ്റെ എൻഡിലൊരു ലൈൻ പോലെ അവൾ ഇടുന്നത്. അവളുടെ കയ്യിലൊരു ബട്ടർഫ്ലൈയുടെ ഒരു മോതിരം പോലെ സംഭവമുണ്ട്. അതിൻ്റെ മുകളിലാണ് അവളുടെ ക്യൂട്ടസ് ഒഴിച്ചിട്ട് അതിനെ ടച്ച് ചെയ്തിട്ടാണ് ഇതിലിങ്ങനെ വരയ്ക്കുന്നത്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ മെഷീന്. നമ്മുടെ ഓരോ വിരൽ ചെയ്യുമ്പോഴും അതിൽ വെച്ച് 10 മിനിറ്റ്സ് അവർ ഡ്രൈ ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് വീണ്ടും അങ്ങനെ തന്നെ റിപ്പീറ്റ് നമ്മുടെ 10 വിരലിലും അങ്ങനെ ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം അവരൊരു ജെല്ലിൻ്റെ നെയിൽ പോളിഷ് ഇട്ട് നമ്മുടെ കയ്യിൽ നഖവും എല്ലാം വൃത്തിയാക്കിയിട്ട് ജെല്ലിൻ്റെ നെയിൽ പോളിഷ് ഇട്ടിട്ട് നമുക്കിത് കൂട്ടുന്ന ഹീറ്റ് ചെയ്യിച്ചിട്ട് അതൊരു റിമൂവ് ചെയ്തിട്ടാണ് പിന്നെ ഈ ബ്ലൂ കളറിലെ നെയിൽ പോളിഷ് അടിക്കുന്നത്. ഈ ബ്ലൂ കളർ നെയിൽ പോളിഷ് അടിച്ചതിൻ്റെ മണ്ടയ്ക്ക് വീണ്ടും ഒരു വൈറ്റ് ജെല്ല് അപ്ലൈ ചെയ്തിട്ട് വീണ്ടും ഹീറ്റ് ചെയ്തിട്ട് ഓരോ വിരളയിലും ഇതുകൂട്ട് വൈറ്റ് ലൈൻ ഇട്ടിട്ട് ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അവർ. നല്ല ഇതായിട്ടാണ് അവർ ചെയ്യുന്നത് കേട്ടോ. നല്ല കസ്റ്റമർ സർവീസ് നല്ലതാണ്. നമുക്ക് വീണ്ടും അങ്ങോട്ട് പോകാനൊരു ഇതാണ്. ആ പിള്ളേരുടെ സർവീസും കാര്യങ്ങളും പെരുമാറ്റവും എല്ലാം കൊണ്ട് നല്ല സർവീസുമാണ്. ഞാൻ ക്ലീനപ്പ് ചെയ്തു, ത്രെഡിങ് ചെയ്തു, ബോട്ടക്സ് ചെയ്തു, എല്ലാം ചെയ്തിട്ട് എനിക്ക് നല്ല അഭിപ്രായമാണ്. നമ്മുടെ അബുദാബിയിലുള്ളവർക്ക് അൽഫല സ്ട്രീറ്റിൽ വേർമാർട്ടിൻ്റെ ബാക്ക് സൈഡിലാണ് ലൊക്കേഷൻ വരുന്നത്. നല്ല ഇതാണ് കേട്ടോ. ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്ത് തരാം. ഓൾറെഡി ഞാൻ പറഞ്ഞു ലൊക്കേഷൻ ഇത് തന്നെയാണ്. പിന്നെ നമ്മുടെ സെയിം ബിൽഡിങ്ങിൽ തന്നെയാണ് കേട്ടോ. അവൾ കണ്ട അതല്ല ലാസ്റ്റിൽ അവർ കണ്ട് ഇത് നമ്മുടെ നഖത്തിൻ്റെ മകളിലെല്ലാം അതുകൂട്ടൊരു ജെല്ല് പോലെ സാധനം അപ്ലൈ ചെയ്ത് ഫുള്ള് കവർ ചെയ്ത് വെക്കും. അതൊരു പ്രൊട്ടക്ഷൻ പോലെ. അങ്ങനെ അവൾക്ക് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിന് പറഞ്ഞ് അവൾ ലൈറ്റെല്ലാം കത്തിച്ച് വെച്ച് മേഡം നല്ലതായിട്ട് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചു തന്നാണ്. പാവം. നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഞാൻ വീണ്ടും പറയുകയാണ്, ബ്ലിസ് നൗ എന്നാണ് പേര്. അൽഫല സ്ട്രീറ്റിൽ വേർമാർട്ടിൻ്റെ ബാക്ക് സൈഡിൽ പ്രോട്ടക്ട് ബാൽട്രി ബിൽഡിങ്ങിൽ മെസനിങ് ഫ്ലോറിലാണ്. അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് വരാം. നല്ല ഫീഡ്ബാക്കാണ്. ഒരു കണ്ടീഷനും ഒന്നും മോശമായിട്ട് ആരും പറഞ്ഞിട്ടില്ല അവിടെ കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും നല്ല കമൻസിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ. ഇനി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.